നിങ്ങളാരും കാണാത്തതും അറിയാത്തതുമായ ഒരു മോഹൻലാലുണ്ട്. നമ്മുടെ ജോർജ് സാർ വരെ മാറി നിൽക്കുന്ന വിധം ചില കോൾഡ് ബ്ലഡഡ് ആയ കഥാപാത്രങ്ങൾ ചെയ്ത മോഹൻലാൽ അത്തരത്തിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ അഴിഞ്ഞാടിയ ചില വില്ലൻ വേഷങ്ങളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. ഈ വീഡിയോ തികച്ചും സ്പോയിലർ ഫ്രീ ആണ്. കൂടാതെ ചിത്രങ്ങളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ സിനിമാക്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തമായൊരു കഥാപാത്രമായിരുന്നു ഉയരങ്ങളിലെ PK ജയരാജൻ. നെഗറ്റീവ് എന്ന് പറഞ്ഞ കട്ട നെഗറ്റീവ്. ഒരു ടീ പ്ലാന്റേഷനിലെ ഒരു അസിസ്റ്റന്റ് മാനേജറാണ് ജയരാജൻ. ഞാൻ ജയരാജൻ, മേനോൻ സാറിന്റെ അസിസ്റ്റന്റ്. പണം നേടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാൾ. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അതിനാൽ തന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഈ വ്യക്തി പല സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്നു. അതേ മുഖം, അതേ കണ്ണുകൾ, എന്തൊരു അത്ഭുതമാണെന്ന് കരുതി നെഞ്ചിടിപ്പോടിരിക്കുമ്പോഴാണ് പിള്ള പരിചയപ്പെടുത്തിയത്. എന്തൊരു സാമ്യം. ആവശ്യങ്ങൾ തീർന്നാൽ സുന്ദരമായി പിന്മാറുകയും ചെയ്യും. ആവശ്യം കഴിയുമ്പോ പുല്ല് പോലെ വലിച്ചെറിയാവുന്ന ഉള്ളിലിരിപ്പെങ്കിൽ അത് പത്മയുടെ അടുത്ത് വേണ്ട. ഞാൻ വൈകുന്നേരം വീട്ടിൽ വരാം, ഉറപ്പായിട്ട് വരാം. അപ്പൊ നമുക്കൊക്കെ സംസാരിക്കാം. കൺവിൻസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കൺവിൻസിംഗ്. നിന്നെ അങ്ങനെ നിസ്സാരമായി വിട്ടുകളയോ ഞാൻ? നീയല്ലേ എനിക്ക് ആകെയുള്ള ഐശ്വര്യം. നിന്റെ ഐശ്വര്യം കൊണ്ട് കിട്ടിയല്ലേ ഈ പ്രൊമോഷൻ. നല്ല കുട്ടിയായിട്ട് പോകും. ഓരോ കുറ്റകൃത്യങ്ങൾക്ക് മുമ്പും ജയരാജൻ കണ്ണാടിയിൽ നോക്കി നേടുന്ന പ്രചോദനം അതീവ കൃത്യതയോടെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എവിടെയോ ഒരല്പം പഴിച്ചു. ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ അയാൾക്ക് ഒരു പശ്ചാത്താപവുമില്ല എന്നതാണ് ഒരു വസ്തുത. പശ്ചാത്താപമില്ല, കണ്ണുനീരില്ല. MT ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് തിന്മയുടെ കളിക്കളത്തിൽ രാജാവായി സഞ്ചരിക്കുന്ന ഒരാളെയാണ്. മോഹൻലാൽ മിഴിനീർ പൂവുകൾ എന്ന ഈ ചിത്രത്തിൽ റിച്ചാർഡ് റിച്ചി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് സർ. അനുഭവിച്ചു തീർക്കാൻ ജീവിതം ഒന്നല്ലേ കയ്യിലുള്ളൂ. ചുമ്മാ അനുഭവിച്ചോ. പെൺകുട്ടികളെ വശീകരിച്ച് കൂട്ടബലാസംഗത്തിന് ഇരയാക്കുന്ന ഒരു ഗാങ്ങിലെ മെമ്പറാണ് റിച്ചാർഡ്. അപ്പോ ആദ്യം ഞാൻ ചെന്ന് നിന്റെ സ്റ്റെനോഗ്രാഫർക്ക് ഒരു 5-6 ലെറ്റർ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തിട്ട് വരാം. കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ആകെ ത്രിൽഡായിട്ടിരിക്കുന്ന പെണ്ണാണ്. വശീകരിക്കുമ്പോൾ ഇയാൾക്ക് ഇന്ന ഇടം എന്നില്ല. സ്വന്തം ഓഫീസിൽ ഇന്റർവ്യൂവിന് വരുന്ന പെൺകുട്ടികളെയും ഇയാൾ ലക്ഷ്യം വെക്കും. എന്താ മോഹങ്ങൾ ഒരുപാടുണ്ടല്ലേ? കെട്ടാൻ പോകുകയാണ് എന്ന വാഗ്ദാനം നൽകിയാണ് ഇയാൾ സ്ത്രീകളെ തന്റെ കിടപ്പറയിലേക്ക് ക്ഷണിക്കാറ്. മനസ്സുകൊണ്ട് വി ആർ ഓൾറെഡി മാരീഡ്. പിന്നെ പബ്ലിക് അറിയാൻ വേണ്ടി ഒരു ചടങ്ങ് എന്ന് വേണമെന്ന് ബെറ്റി പറഞ്ഞു. അന്ന് ഞാൻ റെഡി. നാട്ടിൽ പുതിയതായി വന്ന അശ്വതി വർമ്മ എന്ന പെൺകുട്ടിയെ ഇയാൾ ലക്ഷ്യം വെക്കുന്നു. തീരെ പ്രതീക്ഷിക്കാതെ എന്നെയും മുറിക്കാത്ത കാണുമ്പോ തമ്പുരാട്ടി ഞെട്ടുമെന്ന് എനിക്കറിയാം. മാഷ് അറിയാൻ പോകുന്നില്ല, മറ്റാരും അറിയാൻ പോകുന്നില്ല. സമയം വൈകുന്തോറും തമ്പുരാട്ടിക്ക് ടെൻഷൻ കൂടും, എന്റെ ക്ഷമയെ നശിക്കും. അതോടെ റിച്ചിയുടെ ലൈഫിൽ വരുന്ന വലിയ മാറ്റങ്ങളാണ് ചിത്രം പ്രതിപാദിക്കുന്നത്. വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ടാവാം തെറ്റും ശരിയും വേർതിരിച്ച് കാണാനുള്ള മനസ്സ് എനിക്ക് പണ്ടേ നഷ്ടപ്പെട്ടു പോയിരുന്നു. മോഹൻലാൽ അവസാനമായി ചെയ്ത ഒരു നെഗറ്റീവ് ചിത്രം ഒരു പക്ഷേ ഇതായിരിക്കും. ക്രൂരതയ്ക്കൊരു പര്യായമുണ്ടെങ്കിൽ അത് കുയിലിനെ തേടി എന്ന ചിത്രത്തിലെ തമ്പുരാൻകുട്ടിയാണ്. ആണുങ്ങൾ പുറത്തു പോകുമ്പം പുറകെ വിളിക്കരുന്ന പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടില്ലേ? മോഹൻലാലിന്റെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട കഥാപാത്രവും ഒരു പക്ഷെ ഇതായിരിക്കും. പണവും സ്വാധീനവുമുള്ള ജന്മിയായ തമ്പുരാൻകുട്ടിയുടെ പ്രധാന ആകർഷണം സ്ത്രീകളാണ്. തമ്പുരാൻകുട്ടി ആരെയും വിലമതിക്കാത്ത ഒരു സ്വഭാവം കൂടി ഉള്ളവനാണ്. ആരാ പറഞ്ഞത് ജോലിക്കാർക്ക് തേയില കൊടുക്കണമെന്ന്? ഞാനാണോ വലിയ അമ്പരാനാണോ തനിക്ക് കാശ് തരുന്നത്? ഭാര്യയുണ്ടായിട്ടും പല സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന ഇയാൾക്കെതിരെ ആരെങ്കിലും നിലകൊണ്ടാൽ അവനെ നിഷ്കരണം കൊന്നു കളയുകയും ചെയ്യും. തമ്പുരാൻകുട്ടിക്കെതിരെ തിരിയുന്നതിന്റെ എല്ലാം ഗതി ഇതായിരിക്കും. തുടർന്ന് തമ്പുരാൻകുട്ടി മീനു എന്നൊരു പെൺകുട്ടിയെ ലക്ഷ്യമാക്കുന്നു. കിട്ടേണ്ട കിളി പറന്നുപോയി, പകരം എനിക്കൊരു കിളി കിട്ടി. അവളെ സ്വന്തമാക്കാൻ ചെയ്യുന്ന മൃഗീയമായ കാര്യങ്ങളാണ് ചിത്രത്തിലുടനീളം. ഇത്രയ്ക്കും ഹീനമായ ഈ കഥാപാത്രത്തിന് ജന്മം കൊടുത്തത് പ്രിയദർശനായിരുന്നു. ബാങ്ക് മോഷണം, കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘത്തിലെ ബോസ് എന്ന തലവനായി മോഹൻലാൽ വേഷമിട്ട ചിത്രമായിരുന്നു ആ ദിവസം. തന്റെ സംഘത്തിലെ ആളുകളെ സഹോദര തുല്യമായി സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ് ബോസ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടു. അതിന്റെ കാരണക്കാരൻ ആരായാലും ശരി, അവനോട് നമ്മൾ പ്രതികാരം ചെയ്യും. അതുകൊണ്ട് സംഘത്തിലെ ഒരാളുടെ മരണത്തിന് കാരണക്കാരൻ
പണക്കാരനായ ഡോക്ടർ രാജനെ ഇവർ തന്ത്രപൂർവ്വം തട്ടിക്കൊണ്ടുവരുന്നു. പിന്നീട് അവിടുന്ന് രക്ഷപ്പെടുന്ന ഡോക്ടറോട് ബോസ് പ്രതികാരം വീട്ടുന്നത് വളരെ മൃഗീയമായാണ്. ഈ നനഞ്ഞ ഡ്രസ് ഇടണ്ട പോലെ ഛർദ്ദിച്ചു പോരുത്. റിമൂവ് ഇറ്റ്. I say remove it. ശേഷം തിരിച്ചു പ്രതികാരം വീട്ടുന്ന ഡോക്ടറിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. സുഭാഷിണിയുടെ ഒരു അഹങ്കാരിയായ കസിനായാണ് സന്ധിക്ക് വിരിഞ്ഞ പൂവ് എന്ന ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിട്ടുള്ളത്. എനിക്ക് സുഭാഷിനെ ഒന്ന് കാണണം. സുഭാഷിണി നിന്നെ അന്വേഷിച്ച് ഒരുത്തി വന്നിരിക്കുന്നു. രാമു എന്ന ഈ കഥാപാത്രം ആർക്കും ഒരു മര്യാദയും വിലയും കൊടുക്കാത്ത ഒരാൾ കൂടിയാണ്. അച്ഛൻ പറഞ്ഞയച്ച് നിന്നെ വിളിച്ചോണ്ടല്ലേ. ഒരു സർജറിക്കിടെ സുഭാഷിണിക്ക് ഒരു അപകടം സംഭവിക്കുന്നു. അതിനു പിന്നാലെ ഇതിന് കാരണക്കാരിയായ ബാലാദേവിയെ സ്ഥിരം സന്ദർശിച്ച് രാമു പണം കൈപ്പറ്റുന്നു. ചികിത്സയ്ക്ക് രൂപ വേണം, വീട്ടിലോ നടക്കണം. 2000 രൂപ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. അതൊരു സ്ഥിരം ശല്യമാകുന്നതോടെയാണ് ജയരാമൻ വക്കീൽ കഥയിലേക്ക് പ്രവേശിക്കുന്നത്. ഡോക്ടർ എന്ന കാരണം അവരിവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? വന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ ഡോക്ടർ വരാൻ സാറ് പോകത്തില്ല. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ബാലാദേവിക്കെതിരെയുള്ള കേസ് വക്കീൽ ഏറ്റെടുക്കുന്നതിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിൽ മോഹൻലാൽ പെൺ വിഷയത്തിൽ കേമനായ ബാബു എന്നൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ പെൺ എനിക്കത് മാത്രം മതിയായി. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, പിന്നെ വേറൊന്ന്, അങ്ങനെ 100 എന്ന സംഖ്യയാണ്. താൻ ചെയ്യുന്ന ഹീനമായ കാര്യങ്ങൾക്ക് ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരാൾ കൂടിയാണ് ബാബു. വളയിട്ട കൈകളറ്റ് ഒരിടത്ത്, കൊലുസിട്ട കാലുകൾ വേറെ. കേന്ദ്ര സർക്കാരിന്റെ ചെലവില് ചക്കാത്തിൽ അതങ്ങ് നടത്തി കളഞ്ഞല്ലോ. ഒരു കയറ് വാങ്ങിക്കാൻ പോലും മെനക്കേണ്ടി വന്നില്ലല്ലോ. ഇങ്ങനെയുള്ള ബാബു പിന്നീട് യഥാർത്ഥത്തിൽ ജയന്തി എന്നൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാകുന്നു. തുന്നുക അല്ലേ? അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പ്രയാസവും ശ്രദ്ധ പോവും. പ്രണയത്തിന് കൂട്ടായി രവിക്കുട്ടനും. ഞാനിപ്പം ഒരു കത്ത് നിന്നേൽപ്പിക്കും, നീ അത് കൊണ്ടുപോയി ആരും കാണാതെ ജയന്തിയുടെ കൊടുക്കണം. എന്താ? സുഹൃത്ത് ബന്ധത്തിന് വില കൊടുക്കുന്ന ബാബു തന്റെ പഴയ സുഹൃത്തായ ദേവനെ ഇന്നും ഓർക്കുന്നു. അത്ര പെട്ടെന്ന് പിരിയാവുന്ന ഒരു ബന്ധമല്ലല്ലോ നമ്മുടെ. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെയാണ് ബാബുവിന്റെ കാര്യം. 100ാമതായി ബാബു ലക്ഷ്യം വെക്കുന്നതാകട്ടെ ദേവന്റെ ഭാര്യയെയും. ജയന്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കൂ. മോഹൻലാൽ സ്ഥിരൻ വില്ലൻ വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവതരിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു മാനേജർ S.T. ഡാനിയൽ. അല്പം തമാശ നിറഞ്ഞൊരു വില്ലൻ കൂടിയായിരുന്നു S.T. ഡാനിയൽ. എക്സ്ക്യൂസ് മീ, കുട്ടി എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടുത്തെ തൂപ്പുകാരിയാണ്. സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള ഡാനിയൽ തന്റെ ഓഫീസിലെ ആനി എന്ന പെൺകുട്ടിയെ കാണുകയും അവളെ വശീകരിക്കാൻ പല വഴികളും നോക്കും. കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ബ്ലാക്ക് വായിച്ചതാണ്. ഇനി വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലോ അവരെ ഇല്ലാത്ത കാരണത്താൽ കുറ്റപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ സീറ്റ് നമ്പർ എത്ര? എന്ത് പറ്റി സർ? ആനി ടോണിയുമായി പ്രണയത്തിലാണെന്ന് അറിഞ്ഞിട്ട് പോലും ഡാനിയൽ അവളെ വളയ്ക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ക്രോസ് കണക്ഷൻ, അതായത് ലൈനിനു മേലെ ലൈൻ. ആനിയെ ഡാനിയൽ വളയ്ക്കുമോ? സിനിമ കണ്ടു തന്നെ അറിയണം. ജോണി എന്നൊരു പണക്കാരനായ കോളേജ് സ്റ്റുഡന്റ് ആയാണ് കാളിയമർദ്ദനം എന്ന ഈ ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിട്ടുള്ളത്. ഒരു മെയിൻ പൂവാലനായ ഇയാൾക്ക് കൂട്ടായി വേറെയും കുറച്ച് പൂവാലന്മാരുണ്ട്. ഇതൊക്കെ ശരിയാണ്. നീ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ പരസ്യമായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. തരം കിട്ടിയാൽ ഏത് പെണ്ണിനെയും നശിപ്പിക്കാൻ നോക്കുന്ന ഇയാൾക്ക് സ്വന്തം കൂട്ടുകാരന്റെ കാമുകി എന്നൊരു പരിഗണന പോലുമില്ല. ശനി, നിനക്ക് എന്തായാലും ചുളുവിനൊത്തു കിട്ടിയ ഒരു സ്വത്ത്, അത് നിന്റെ നല്ല ഫ്രണ്ട്സായ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നേ നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഈ ഒരു സംഭവത്തിന് ശേഷം ജോണിയുടെ കൂട്ടുകാർ ഓരോന്നായി ഇല്ലാതാകുന്നതാണ് ചിത്രത്തിന്റെ കഥ. ഗീതയോട് ബന്ധപ്പെട്ടവരെയാണ് കൊലപാതകിക്കുന്നത്. അതുകൊണ്ട് നീ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സമയമാണ്. സുരേന്ദ്രൻ എന്നൊരു പണക്കാരനായ യുവാവായാണ് മോഹൻലാൽ എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്ന ചിത്രത്തിൽ വേഷമിട്ടിട്ടുള്ളത്. സുരേന്ദ്രനും പെൺവിഷയത്തിൽ ഒട്ടും പിറകോട്ടല്ല. എന്തോ ഇതുപോലുള്ള പെമ്പിള്ളാരെ വേണം ജോലിക്ക് നിർത്താൻ. തന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി പല വാഗ്ദാനങ്ങളും കൊടുക്കും സുരേന്ദ്രൻ. നിന്റെ അനുവാദം ഇല്ലാതെ നിന്റെ ശരീരത്തെ ഞാൻ തൊഴില്ല. നിന്നെ
ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്ന സാത്രി എനിക്ക് ഒരു ജീവിതം തരില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കാം. പിന്നീട് ഒന്നും അറിയാത്ത മട്ടിൽ ഒഴിവാക്കുകയും ചെയ്യും. വർഷങ്ങൾക്കു ശേഷം കുടുംബജീവിതം നയിക്കുന്ന സാവിത്രിയുടെ ജീവിതത്തിൽ വീണ്ടും സുരേന്ദ്രൻ അവിചാരിതമായി കടന്നു വരുന്നു. പിന്നീട് എന്ത് സംഭവിക്കും എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പടം ഒന്ന് കണ്ടു നോക്കൂ. ക്രൂരനായ വില്ലൻ എന്നൊരു ലേബൽ മലയാളികൾക്കിടയിൽ മോഹൻലാലിന് ഉണ്ടാക്കി കൊടുത്തത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഈ ചിത്രമായിരുന്നു. ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. എന്റെ കയ്യിൽ നിന്ന് വിടൂ, എന്റെ കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്ന നരേന്ദ്രൻ എന്നൊരു കഥാപാത്രമായിരുന്നു മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. തന്റെ ഭാര്യയെ പ്രേം എന്നൊരു ചെറുപ്പക്കാരനോട് ഒന്നിച്ച് കാണുമ്പോഴുള്ള നരേന്ദ്രന്റെ കോപമൊക്കെ വളരെ ഭംഗിയായാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. പ്രേം കൃഷ്ണൻ പ്രഭയെ കാണും. എനിക്ക് തോന്നുന്നതെന്തോ അത് ഞാൻ ചെയ്യും. ഓക്കെ 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 ഓക്കെ. പ്രഭയുടെ ആനന്ദകരമായ ജീവിതത്തിൽ അസൂയ പൂണ്ട നരേന്ദ്രൻ എന്ത് വില കൊടുത്തും അത് നഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്നു. ഒരു വലിയ ചതിയിലൂടെ പണക്കാരനായ ഡോക്ടർ ശേഖർ എന്ന കഥാപാത്രമാണ് സഞ്ചാരി എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് എന്റെ മകൻ ഡോക്ടർ ശേഖർ. അതുകൊണ്ട് തന്നെ ശേഖറിന് ആരോടും ഒരു അനുകമ്പയും ഇല്ല. ഡോക്ടർ സാർ, ഗർഭിണി പൊളയുന്നു സാർ. എന്തുവേടോ ചേരയാണോ പൊളയാൻ? എനിക്ക് തീരെ വയ്യ ഡോക്ടർ സാർ. വല്ലവരും പറഞ്ഞു തരോ? ചതിയിലൂടെ സ്വന്തമാക്കിയ സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇയാൾ ഏതറ്റം വരെയും പോകും. നീ എന്തിനാ എന്നെ സംശയിക്കുന്നത്? ഇവിടെ ഒപ്പിട്ടെ. നിനക്കെന്നും ഞാൻ കൂട്ടായിരിക്കും. അതിന് കരുവാക്കുന്നതാകട്ടെ ഭാർഗവൻ എന്ന തന്റെ കൂടപ്പിറപ്പിനെയും. ഞാൻ പറയുന്ന പോലെ കേട്ടാൽ സ്വത്തുക്കൾ നമുക്ക് സമമായി പങ്കും വയ്ക്കാം. അവനെ കൊല്ലാൻ ശക്തിയുള്ള 100 ആളുകൾ എനിക്കുണ്ട്. പക്ഷെ നിന്നെയാണ് എനിക്ക് വിശ്വാസം. നീ ധൈര്യമായി പോകൂ. കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട് നിങ്ങൾ കാണാത്ത മോഹൻലാലിന്റെ ചിത്രങ്ങൾ. അവയെല്ലാം കൂട്ടിയിണക്കി പിന്നൊരിക്കൽ കാണാം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവെക്കാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ.